Okay, then you can type your attendance now. എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തേ. എന്തോ ജയശ്രീ മിസ് ഇന്ന് വന്നില്ല, മിസ് ഇന്ന് ലീവാ. മോൻ കുറച്ച് ഉച്ചത്തിൽ പറയോ? മാത്സ് തന്നെ മിസ് പഠിപ്പിക്കുന്നതിന്റെ ബാക്കി തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഓക്കെ. Good afternoon. Good afternoon. Teacher. Good afternoon all. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. പ്ലീസ് ടേൺ ഓൺ യുവർ വീഡിയോ. Teacher. എന്തോ? Good afternoon. Good afternoon. Good afternoon. Good afternoon. എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്ത് ഇട്ടോ? അറ്റൻഡൻസ് പ്രസന്റ് ഇട്ടോ? Yes. Yes. Okay, very good. Then shall we start? നമുക്ക് തുടങ്ങിയാലോ? Yes. Okay. എന്തായിരുന്നു ജയശ്രീ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് നിങ്ങളെ? അഡീഷൻ ആണോ? Addition, right? Okay. Two numbers, രണ്ട് numbers എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് അറിയോ എല്ലാവർക്കും? Yes. എല്ലാവർക്കും അറിയാം? Yes. Yes. പറഞ്ഞോ? കേൾക്കുന്നില്ലല്ലോടാ, കട്ടായി പോവാണല്ലോ. എന്തോ? മിസ്സിന്റെ പേരെന്താ? മിസ്സിന്റെ പേര് കാവ്യ. മിസ്സിന്റെ പേര് കാവ്യ. കേട്ടുവാ? പേര് കേട്ടോ എല്ലാരും? ആ, ഇനി മറന്നു പോവോ പേര്? മിസ്സിന്റെ വീട് സ്കൂളിന്റെ അടുത്ത് തന്നെയാ. ഓക്കേ, എന്തോ ചോദിച്ചോ? എന്താ? കണ്ടിട്ടില്ലേ? ഹാദിയന്റെ വീട് എവിടെയാ? പട്ടോത്താ? ആ, ഇനി പട്ടോത്ത് വരുന്ന കേട്ടോ. എന്തോ? ഒരാള് ചോദിക്കോ? എനിക്കൊന്നും കേൾക്കുന്നില്ല. ആദ്യം ആരാ ചോദിക്കുന്നത്? ഫാത്തിമത്ത് ജുമാന ചോദിക്കും. ജുമാന. അതെയാ? ആ, ഗുഡ്. ദെൻ അടുത്ത ആരാ ചോദിച്ചത് അതിന്റെ ഇടയില്? കഴിഞ്ഞോ? ജയശ്രീ മിസ് ഇന്ന് വന്നില്ല. മിസ്സിന് വയ്യാന്ന്, അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തു. കൈവേദന. ഓക്കെ, shall we start? നമുക്ക് തുടങ്ങാന്നല്ലേ അഡിഷൻ? അതറിയില്ല, നിങ്ങൾ ചോദിക്കും മിസ്സിനോട് ചെന്നിട്ട് ട്ടോ. എല്ലാരും ചോദിക്കണേ മിസ് എന്തേ വരാഞ്ഞേന്ന്. ഓക്കെ. എന്തോ? എന്താ? മിസ് ഫുഡ് കഴിച്ചു. നിങ്ങൾ കഴിച്ചില്ലേ? ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞോ? വിശേഷം ചോദിച്ചു കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് എന്നാ അഡിഷൻ പഠിക്കാം. അഡിഷൻ പഠിക്കാം. ഓക്കെ. എന്തോ?
മിസ്സിന്റെ വീട് സ്കൂളിന്റെ അടുത്ത്. സ്കൂളിന്റെ അടുത്താ മിസ്സിന്റെ വീട്. ഓക്കെ, കഴിഞ്ഞില്ലേ? മിസ്സിന്റെ പേരെന്താ? കാവ്യ. പേര് കേട്ടില്ലേ? ഏ മിസ്സിന്റെ പേര് കാവ്യ. പേര് കാവ്യ. ഓക്കെ. ലേറ്റ് കമേഴ്സ് പ്ലീസ് ടൈപ്പ് യുവർ അറ്റൻഡൻസ്. വൈകി വന്നൊരു അറ്റൻഡൻസ് ഒന്ന് ടൈപ്പ് ചെയ്തിടണേ. എന്തോ എന്തോ പറഞ്ഞോ പറഞ്ഞോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം? അഡീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ മിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് യു നോ ഹൗ ടു ആഡ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് അറിയാലോ? അറിയാം. അങ്ങനെയാണെങ്കിൽ here is a question for you. 3 plus 2. What is the sum of 3 plus 2? 3-ന്റെയും 2-ന്റെയും സം എത്രയാ? 5. It is 5 അല്ലേ? ക്ലിയർ ആകുന്നില്ല? വാട്ട് അബൌട്ട് others? ബാക്കിയുള്ളവർക്ക് കാണാവോ? ക്ലിയർ ആണ്. ആരാ ടീച്ചറിന്റെ ബോർഡിൽ കുത്തിവെച്ചിടുന്നയാൾ? ആരാ? ആരുമില്ലേ? ഓക്കെ, സാരമില്ല. അതെ, ഫാത്തിമത്ത് ജുമാനയാണെന്ന് തോന്നുന്നു. ഓക്കെ, കുറെ പേര് ബോർഡിൽ വരച്ചിടുന്നുണ്ട്. നമുക്ക് ഇനി അങ്ങനെ വരച്ചിടരുത് കേട്ടോ. അടുത്തത് 5 plus 3 എത്രയാ? 5 plus 3 സം ഓഫ് 5 and 3. 8. So you are all familiar with 2 numbers. 2 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുന്ന രീതി അല്ലെങ്കിൽ അഡീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ what is 1 plus 2 plus 3? 1 plus 2 plus 3. You know? 6. Okay, how will you get it as 6? എങ്ങനെയാ 6? Okay. എങ്ങനെയാ 6? 1 plus 2 plus 3. ഫസ്റ്റ് നമ്മള് 1-നെയും 2-നെയും ആഡ് ചെയ്തു. അതിനുശേഷം അതിന്റെ കൂടെ ആര് കൂടെ ചേർത്തു? വീണ്ടും 3 അതിന്റെ കൂടെ ആഡ് ചെയ്തു അല്ലേ? 1 plus 2 3 ആണ്. 3 plus 3 നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. സോ 1 plus 2 plus 3 നമ്മൾ എങ്ങനെ എഴുതും? 1 plus 2 plus 2 plus 3 is equal to എങ്ങനെ എഴുതാം? equal to 1 plus 2 3. So it is 3 plus 3 which is equal to 6. മനസ്സിലായോ? മനസ്സിലായോ? 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? Okay, then you please take your textbook. Page number 98 and 99. Page number 99. എന്തോ? Page number 99. എടുത്തതല്ലേ?
എടുത്തതാണോ? 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് എടുത്തതാണോ? 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത് മിസ് പറഞ്ഞതാണോ? അതെയോ? അപ്പോ പേജ് നമ്പർ 100. ഓക്കെ, ദെൻ പേജ് നമ്പർ 100 ഫസ്റ്റ് എന്താ വരുന്നേ? ബൈ ഗ്രൂപ്പിംഗ്. അത് പറഞ്ഞെന്നായിരുന്നോ മിസ്? അത് ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സസൈസ് 3.1 ചെയ്തോ? ചെയ്തെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. ഷോമിയോ തമ്പ്. ഓക്കെ, then what about properties of addition? Properties of addition കഴിഞ്ഞു. Then what are the properties of addition? I will ask you one. എല്ലാരും കൂടെ പറയണ്ട, ഞാൻ ഒരാളെ വിളിക്കാം, അവര് പറഞ്ഞു തന്നാ മതി മിസ്സിനെ. ഓക്കെ, അമൃത, നമ്മൾ ഒരു നമ്പറിനെ 0 വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് ഇസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ആഡിങ് 0? Others. What happened when we add a number to 0? Others. പേടിക്കണ്ട, പറഞ്ഞോ. നമ്മളൊരു നമ്പറിനെ 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Others. ഓക്കെ, സാരില്ല, നമ്മൾ പേജ് നമ്പർ 100 ഉണ്ട്, ഒന്ന് വായിച്ചാ മതി. ആഡിങ് 0. When you add 0 to a number, the sum is the number itself. നമ്മൾ ഒരു നമ്പറിനെ 0 വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ സം എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ആഡിങ് 0. മനസ്സിലായോ? ആഡിങ് 0 അറിയോ? നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 0 വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. That is, when you add 0 to a number, the sum is the number itself. Okay, മനസ്സിലായോ? If you are okay, please show me a thumb. മനസ്സിലായെങ്കിൽ മിസ്സിനെ ഒന്ന് തമ്പ് കാണിച്ചേ. ഓക്കെ, ഇത് ജയശ്രീ മിസ് പഠിപ്പിച്ചതായിരുന്നില്ലേ? Okay, then what is the property of addition of 1? What happened when we add 1? നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? When you add 1 to a number, the sum is the number after. നമ്മൾ ഒരു നമ്പറിനോട് 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും അതിന്റെ ആൻസർ. അല്ലേ? ഇവിടെ ടെക്സ്റ്റിൽ കാണാലോ, 6 + 1 എന്ന് പറയുന്നത് 6ന്റെ തൊട്ടടുത്ത നമ്പർ, ദാറ്റ് ഈസ് 7. Then what about 10 + 1? 10 + 1 എത്രയാ? 11. Okay, then here is one more question for you. What is the sum of 10 and 0? 10 0നോട് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 0 10 തന്നെ. 0യോട് ഏതെങ്കിലും നമ്പർ ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ പഠിച്ചത്. So 10 + 0 = 10. Then ഇവിടെ നമുക്ക് എന്തുണ്ട്? One more property is here. And the last property, order of addition. Number can be added in any order. Their sum remains the same. അതായത് നമ്മളിപ്പോ 3 നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുമ്പോ അതിന്റെ ഓർഡറിൽ മാറ്റം വന്നാലും എന്ത് സംഭവിക്കില്ല? ആൻസറിൽ ചേഞ്ച് ഒന്നും വരില്ല. അതാണ് നമ്മുടെ തേർഡ് പ്രോപ്പർട്ടി, ഓർഡർ ഓഫ് അഡിഷൻ. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിന്റെ സമ്മ് കണ്ടോ? 2 + 3 + 4. എന്താ 2 + 3 + 4 എത്രയാ? 2 + 3 + 4 9.
9 എവിടെ തന്നു? ഇനി അതിന് താഴെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. വാട്ട് ഈസ് 4 + 3 + 2? 4 + 3 + 2 9 തന്നെയാണ് അല്ലേ? അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ 3 നമ്പർ ആഡ് ചെയ്യുമ്പോ അതിന്റെ ഓർഡറിൽ ചേഞ്ച് വന്നാലും ആൻസറിൽ ചേഞ്ച് വരുവോ? ഇല്ല. സോ ഫസ്റ്റ് നമ്മൾ 2 + 3 + 4 ആഡ് ചെയ്തപ്പോഴും പിന്നെ അവസാനം ആഡ് ചെയ്ത 4നെ ഫസ്റ്റ് ആയിട്ട് എഴുതിയിട്ട് ചെയ്തപ്പോഴും 4 + 3 + 2 ചെയ്തപ്പോഴും 9 തന്നെയല്ലേ ഉത്തരം കിട്ടിയത്? That's also 9. Okay. Then അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പേജില് കുറച്ച് പ്രോബ്ലം ഉണ്ടല്ലോ. അതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിച്ചാലോ? Okay. What is the first question? Add 6 + 9 + 4 in many ways as you can. 6 + 9 + 4നെ ഡിഫറെന്റ് വേസിൽ ആഡ് ചെയ്യണം. ഓർഡർ മാറ്റി മാറ്റി ഡിഫറെന്റ് വേസിൽ ആഡ് ചെയ്യാനാ പറഞ്ഞത്. എന്നിട്ട് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അവിടെ തന്നിട്ടുണ്ടല്ലോ 6 + 9 + 4 എത്രയാ? 19 തന്നിട്ടുണ്ട് അല്ലേ? സോ what is 9 + 6 + 4? സെക്കൻഡ് വൺ ഇവിടെ കാണാം. 9 + 6 + 4. 9 + 6 + 4ന്റെ ആൻസർ എത്രയാ? അത് നമുക്ക് എന്ത് കിട്ടും? 19. ഓക്കെ കേട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ what is 4 + 6 + 9? 4 + 6 + 9? പതുക്കെ പറഞ്ഞാ മതി, കൂക്കണ്ട, മിസ്സിന് കേക്കാം കേട്ടോ. ഓക്കെ, 19 കിട്ടി. Then what about the next one? 6 + 4 + 9? 6 + 4 + 9? അത് 19 തന്നെ കിട്ടും. പിന്നെയോ 9 + 4 + 6? 9 + 4 + 6 ആണെങ്കിലോ? അത് 19. പിന്നെ വീണ്ടും വരുന്ന എന്താ? 4 + 6, അതും 19 തന്നെ കിട്ടും അല്ലേ? സോ നമ്മള് ഓക്കെ കേട്ടു. പിന്നെ നമ്മള് 3 നമ്പേഴ്സ് 6, 9, 4 ആ 3 നമ്പേഴ്സിന് ഡിഫറെന്റ് ഓർഡറിലാക്കി സമ്മ് കണ്ടുപിടിച്ചപ്പോഴും എന്തെങ്കിലും ചേഞ്ച് വന്നോ? ആൻസറില് ചേഞ്ച് വന്നോ? ഇല്ല. There is no change in answer when we add 6, 9 and 4 in different ways. Okay. Then there is another question for you. Checkpoint. There is an enrichment activity for you. There is some addition are given and some of the numbers are missing there. We have to fill the blanks. നമുക്ക് എന്ത് ചെയ്യണം? ആ blanks ഒക്കെ fill ചെയ്യണം. ഫസ്റ്റ് ഏതൊക്കെ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്? 6 + 9 + dash is equal to 9 + dash + 8 is equal to 90 അല്ലേ? 3 നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോ 19 കിട്ടി. അതിൽ 2 നമ്പേഴ്സ് ഏതൊക്കെയാ? ഒരു നമ്പർ 8ഉം അടുത്ത നമ്പർ 9ഉം ആണ്. Then what about the third number? 8ഉം 9ഉം കൂടെ ആഡ് ചെയ്താൽ എത്രയാ? 8ഉം 9ഉം ആഡ് ചെയ്താല് you can type your answer in chat box. 8ഉം 9ഉം ആഡ് ചെയ്താല് 17 അല്ലേ? Good.
18 plus 9 17 ആണെന്ന് കിട്ടി. Then 17നോട് ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് 19 കിട്ടുക? നമ്മുടെ ആൻസർ 19 അല്ലേ? അല്ലേ? ഓക്കെ, 2 ആഡ് ചെയ്യണം അല്ലേ? സോ നമ്മുടെ ബ്ലാങ്കിലുള്ള നമ്പർ ഏതായിരിക്കും? ബ്ലാങ്ക് സ്പേസിലെ നമ്പർ ഏതായിരിക്കും? 2. ഓക്കെ ആണോ? So here it is 2. That is 8 plus 9 plus 2 is equal to 19. Then here is another blank is also given, that is 9 plus dash plus 8. We know that 9 plus 8 is 17. Then what about this blank space? This blank space le number ആയിരിക്കും വേണ്ടത്? ടൈപ്പ് ചെയ്തോ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. 2 അല്ലേ? ഇവിടെ നമുക്ക് 2 ആണ് വേണ്ടത്, കാരണം ബാക്കി രണ്ട് നമ്പേഴ്സ് സെയിം ആണ്. 9ഉം 8ഉം തന്നെയാണ് ബാക്കി രണ്ട് നമ്പേഴ്സും. സോ ഓർഡർ ചേഞ്ച് ചെയ്ത് വരുമ്പോ ഇവിടുത്തെ ഡിജിറ്റിന് മാറ്റം വരില്ല. സോ രണ്ട് സ്ഥലത്തും ഒരേ സെയിം നമ്പർ ആണ് വരിക. ആ നമ്പർ ഈസ് 2. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വണ്ണ് ഒന്ന് പറഞ്ഞു തരുമോ മിസ്സിന്? സെക്കൻഡ് വണ്ണ് നോക്കുക. 6 plus dash plus 4 is equal to 4 plus dash plus dash plus dash plus dash is equal to 18. ഫസ്റ്റ് ഒരു ഡാഷേ ഉള്ളൂ, പക്ഷെ സെക്കൻഡ് വൺ വന്നപ്പോഴോ 2 ഡാഷ് ആയി അല്ലേ? ഓക്കെ, ദെൻ അതിന്റെ സം 18 ആണെന്ന് നമുക്കറിയാം. ദെൻ വാട്ട് അബൌട്ട് ദ ബ്ലാങ്ക് ലെറ്റർ? ബ്ലാങ്ക് സ്പേസിലുള്ള ലെറ്റർ ഏതായിരിക്കും? What is 6 plus 4? What is 6 plus 4? 10. Okay, 6 plus 4 is 10. And what about our answer? Our answer is 18. നമ്മുടെ ആൻസർ എത്രയാ? 18 അല്ലേ? 18 കിട്ടാനായിട്ട് നമ്മൾ 10ന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 8. കുറെ പേര് 8 എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലാങ്ക് സ്പേസിൽ വരുന്ന ഫസ്റ്റ് നമ്പർ ഏതാ? 8 അല്ലേ? എഴുതിയോ എല്ലാരും പുസ്തകത്തില്? എഴുതിയോ? ജോവിൻ ആൻഡ് ജോയൽ, ഡു യു ഹാവ് എനി ഡൗട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കളെ? If you have any doubt, please raise your hand. Okay. Then what about here? What are the numbers? Okay, Naza, you can ask now. Naza? മിസ്സേ, എന്തോ? ഫസ്റ്റത്തെ മൊത്തം 19 അല്ലേ? അതെല്ലാം 19 ആണ് ആൻസർ. കാരണം നമ്മൾ നമ്പേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, ഓർഡർ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. നമ്പേഴ്സ് ചേഞ്ച് വന്നാലല്ലേ എന്ത് മാറ്റം വരൂ? ആൻസർ മാറുള്ളൂ. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. 9, 6 and 4 അത് തന്നെ ഡിഫറെന്റ് വേസിൽ എഴുതിയിട്ട് ആഡ് ചെയ്യുകയാണ്. നമ്പേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോഴേ മാത്രമേ എന്ത് വരൂ? ആൻസറിൽ ചേഞ്ച് വരൂ. ഓക്കെ ആണോ? ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യത്തെ ബ്ലാങ്ക് സ്പേസ് ഫിൽ ചെയ്തു, 8 ആണെന്ന് പറഞ്ഞു. ദെൻ വാട്ട് അബൌട്ട് അതേഴ്സ്? ഇവിടെ 2 ബ്ലാങ്ക് സ്പേസ് കൂടി ഇല്ലേ? അവിടെ എന്തായിരിക്കും വരിക? ഫസ്റ്റ് വൺ നോക്ക്, 6 plus 8 plus 4 അല്ലേ? അതേ 6 plus 8 plus 4 ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് കിട്ടുക? 18 കിട്ടുക. പക്ഷെ അതിൽ എന്ത് ചെയ്യാം? ഓർഡർ ചേഞ്ച് ചെയ്യാം. We can change the order. Okay. ഇവിടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? 4 അല്ലേ? ഫസ്റ്റ് ഡിജിറ്റ് 4 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ആരൊക്കെ ബാക്കിയുണ്ട്? 6ഉം 8ഉം 4ല് 4 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെയുണ്ട്? 6ഉം 8ഉം ഉണ്ട് അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ബ്ലാങ്ക് സ്പേസിൽ 6നെ എഴുതാം. പിന്നെയോ നെക്സ്റ്റ് ബ്ലാങ്ക് സ്പേസിൽ ആരെ എഴുതാം? 8നെ ഇടാം. ഓക്കെ ആണോ? ഓക്കെ ആണോ?
ജോവിൻ ആൻഡ് ജോയൽ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്തോ എല്ലാരും? ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ജോവിൻ ആൻഡ് ജോയൽ പറഞ്ഞോ? ഒന്നുകൂടെ പറയണോ? പറഞ്ഞു തരാലോ. നമ്മള് 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോ എന്ത് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്? 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോ ആ നമ്പേഴ്സ് മാറാതെ നമ്മൾ അതിന്റെ ഓർഡർ മാത്രം മാറ്റിയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആൻസറിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ ആണോ? ദാറ്റ് ഈസ് ഇവിടെ നോക്ക്, ഫസ്റ്റ് വൺ പേജില് ഫസ്റ്റ് നോക്ക്. ഫസ്റ്റ് 6 + 9 + 4. നമ്മള് 6, 9, 4 ഈ 3 നമ്പേഴ്സിനെ ഓർഡർ മാറ്റി മാറ്റി ആഡ് ചെയ്ത് നോക്കി അല്ലേ? പക്ഷേ ഓർഡർ മാറ്റി മാറ്റി ആഡ് ചെയ്തപ്പോഴും ഒക്കെ നമുക്ക് എന്ത് തന്നെ ഉത്തരം കിട്ടിയത്? 19. എല്ലായിടത്തും നമുക്ക് ഉത്തരം കിട്ടിയത് 19 തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ആഡ് ചെയ്യുമ്പോ എന്തായിരുന്നു ലാസ്റ്റ് പ്രോപ്പർട്ടി? ഓർഡർ ചേഞ്ച് ചെയ്താലും ആൻസർ സെയിം ആയിട്ട് കിട്ടും. ഓക്കെ ആണോ? സോ ഇവിടെ നമ്മള് ഈ 3 നമ്പേഴ്സ് തന്നെ ഡിഫറെന്റ് ഓർഡേഴ്സിൽ എഴുതി. ആദ്യം 6 + 9 + 4 എടുത്തു. പിന്നെ എന്ത് ചെയ്തു? ഈ 6നെ 9ന്റെ പ്ലേസിലേക്ക് മാറ്റിയിട്ട് 9 + 6 + 4 എടുത്തു. അപ്പോഴും ആൻസർ മാറിയോ? ഇല്ല. ദെൻ പിന്നെ എന്ത് ചെയ്തു? ഈ അവസാനം ഉണ്ടായിരുന്ന 4നെ എടുത്തിട്ട് ഫസ്റ്റിൽ അങ്ങ് വെച്ചു. ദാറ്റ് ഈസ് 4 + 6 + 9. അപ്പൊ ഓർഡർ നമ്മൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചേഞ്ച് ചെയ്തിട്ടും നമ്മുടെ ആൻസറിൽ എന്ത് പറ്റുന്നില്ല? ഒരു ചേഞ്ചും വരുന്നില്ല. അതായിരുന്നു നമ്മുടെ തേർഡ് പ്രോപ്പർട്ടി. പേജ് നമ്പർ 100ൽ ഏറ്റവും ലാസ്റ്റ് കണ്ടില്ലേ? തേർഡ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, ദെൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏത് ചെയ്തത്? നമ്മുടെ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി ചെക്ക് പോയിന്റ് ചെയ്തത്. അതിനകത്ത് നമ്പേഴ്സിന്റെ ഓർഡർ മാറ്റിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം. ഓർഡർ മാറ്റി ആഡ് ചെയ്താലും റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, സോ ആ ഒരു പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? 6 + ഓക്കെ 8 + 9 + dash is equal to 9 + dash + 8 which is equal to 19. 8ഉം 9ഉം വേറെ ഏതോ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 19 എന്നുള്ള ആൻസർ കിട്ടി. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 8ഉം 9ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടി നോക്കി. 8ഉം 9ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാ നമ്മുടെ ആൻസർ? 17 അല്ലേ? 8ഉം 9ഉം കൂടെ ആഡ് ചെയ്താല് 17 ആണ് ആൻസർ. സോ 17നോട് വീണ്ടും എത്ര ആഡ് ചെയ്താലും നമുക്ക് 19 കിട്ടുക? 17നോട് എത്ര ആഡ് ചെയ്താലും 19 കിട്ടുക? 17 + 2 അല്ലേ 19 അല്ലേ? 17 + 2 അല്ലേ 19. സോ നമ്മള് നമ്മുടെ ബ്ലാങ്ക് സ്പേസിൽ ഏത് നമ്പർ എഴുതി? 2 എന്ന് എഴുതി. 7 അല്ല, അത് 7 പോലെ തോന്നുന്നുണ്ടോ? 7 പോലെ തോന്നുന്നുണ്ടോ? 7 ആയിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്കത്? പറ. 7 ആയിട്ട് തോന്നിയോ മിസ് 2 എഴുതിയത്? ഓക്കെ, ഇപ്പോഴോ? ഇപ്പൊ ശരിയായോ? ഓക്കെ, ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മള് ബ്ലാങ്ക് സ്പേസിലുള്ള നമ്പർ ഏതാണെന്ന് പറഞ്ഞു? നമ്മള് ബ്ലാങ്ക് സ്പേസിലുള്ള നമ്പർ 2 ആണല്ലേ? സോ in 2nd ചോദിച്ചോ? ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. നോ. ഓക്കെ, then എങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷാൽ വി മൂവ്? Okay, then what's our second question? Second question എന്താ? 6 plus dash 6 plus dash plus 4 is equal to 4 plus dash is equal to 18. ആദ്യം നമ്മൾ ഫസ്റ്റ് വൺ മാത്രം നോക്കിയാൽ മതി. 6നോടും 4നോടും ഏതോ ഒരു നമ്പർ ആഡ് ചെയ്തപ്പോ 18 കിട്ടി. 6നോടും 4നോടും ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 18 കിട്ടുക? 6ഉം 4ഉം ആഡ് ചെയ്താൽ എത്രയാ? 10. ഓക്കെ, നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 18 കിട്ടുക? 8. സോ ബ്ലാങ്ക് സ്പേസിൽ നമുക്ക് എഴുതേണ്ട നമ്പർ ഏതാ? 8. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മള് 6, 8 and 4 ഈ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 18 എന്ന് പറഞ്ഞ നമ്പർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു 4 തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് സ്ഥലത്തും ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? 8ഉം 6ഉം അല്ലേ? What is the reason? Because നമ്മൾ ഏതൊക്കെ നമ്പർ ആഡ് ചെയ്തത്? എന്തോ? 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. ബാക്കി ഈ അഡീഷനിൽ ആരൊക്കെ ഉണ്ട്? 8 and 4. നമ്മൾ ഓൾറെഡി എഴുതി. അതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ ആരൊക്കെ എഴുതണം? 6നെ എഴുതണം. പിന്നെയോ 8ഉം 6ഉം അല്ലേ? അതെങ്ങനെയാ നമ്മൾ 8ഉം 6ഉം എഴുതിയെന്ന് അറിയോ? എങ്ങനെയാ നമ്മൾ അവിടെ 8ഉം 6ഉം? ഫസ്റ്റ് വണ്ണില് 6ഉം 8ഉം 4ഉം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 18 കിട്ടിയത്. ഇവിടെ ഓൾറെഡി ഒരു 4 ഉണ്ട്. അപ്പൊ ബാക്കി ഇനി ആരെ കൂടെ എഴുതണം? 6നെയും 8നെയും കൂടെ എഴുതണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, then there is another question for you. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇല്ലേ? എന്താ ലാസ്റ്റ് വൺ? 4 plus 3 plus 5 is equal to 5 plus dash which is equal to 18 dash. Is it is 12? Yes. Okay, then നമുക്ക് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 12 എന്ന് എഴുതാം അല്ലേ? 4 plus 3 7. 7 plus 5 is 12. അപ്പൊ നമുക്ക് ആൻസർ 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വണ് ഇവിടെ ബ്ലാങ്ക് നമ്മൾ എങ്ങനെയാ ഫില്ല് ചെയ്യാ? ഇവിടെ ഈ ബ്ലാങ്ക് എങ്ങനെയാ നമ്മൾ ഫില്ല് ചെയ്യാ? 5 plus 3 രണ്ട് എഴുതിയാലും സെയിം ആണേ. 5 plus 4 plus 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 plus 3 plus 4 എന്നും എഴുതാം. രണ്ട് എഴുതിയാലും നമ്മുടെ ആൻസറിൽ ചേഞ്ച് വരുമോ? ആൻസറിൽ ചേഞ്ച് വരുമോ? നോ. എന്തുകൊണ്ട്? നമ്മള് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോ അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും നമ്പേഴ്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ 4 plus 3 എന്ന് എഴുതിയാലും 3 plus 4 എന്ന് എഴുതിയാലും സെയിം ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് തരട്ടെ? ക്വസ്റ്റ്യൻസ് തരട്ടെ? ഓക്കെ. Yes, miss. Okay. Then first one.
3 plus 1 plus 2 is equal to 3 plus മിസ് ഇവിടെ ഒരു ഡാഷ് ഇടുവാണേ. 3 plus dash plus 2 dash plus 1. ഇവിടെ ഏത് നമ്പർ എഴുതണം? ആൻസർ 6 ആണ്. ഇവിടെ 6 കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് നമ്പർ എഴുതണം? ഏത് നമ്പർ എഴുതണം? ഇവിടെ 3 plus 1 plus 2 ഉണ്ട്. അത് 6 ആണെന്ന് തന്നിട്ടുണ്ട്. 19 ആണോ? 2 ആണോ? എങ്ങനെയാ 2 കിട്ടിയേ? കിട്ടിയത് 3 plus 1. നമ്മള് 3നെ 1നോടും 2നോടും ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഏത് കിട്ടിയത്? 6 കിട്ടിയത് അല്ലേ? അല്ലേ? യെസ്. സോ നമ്മൾ ഓൾറെഡി ആരൊക്കെ എടുത്തു? 3യെയും എടുത്തു, 1നെയും എടുത്തു. ഇനി ഇവിടെ ആരും കൂടെ ബാക്കിയുണ്ട്? കൂടെ ഇല്ലേ? ആ ബാക്കിയുള്ള ആളെ കൂടെ നമ്മൾ കൂട്ടണ്ടേ? കൂട്ടണ്ടേ? മനസ്സിലാവുന്നില്ലേ മക്കളെ? ഓക്കെ, അങ്ങനെ ചോദ്യം കൂടെ തരട്ടെ? എന്തേ മടുത്തോ? മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ലേ? പറഞ്ഞു തരാം. നമ്മള് ഇവിടെ ആഡ് ചെയ്യും. മിസ് ഒരിക്കൽ കൂടെ പറയാം. നമ്മള് 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യാ ചെയ്തത്. അതായത് 3 plus 1 plus 2. 3 plus 1 plus 2 എത്രയാ? 3 plus 1 plus 2 is equal to 6 അല്ലേ? 6 അല്ലേ? 3നെ 1നോടും 2നോടും ആഡ് ചെയ്ത് നമുക്ക് 6 കിട്ടും. 6 കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പില് മിസ് എന്താ ആഡ് ചെയ്യുന്നത്? 3ഉം 1ഉം ഏതോ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുന്നതെന്ന് എഴുതി. പക്ഷെ ഇവിടെ നമ്മൾ ഡോട്ട് ഡോട്ട് ഇട്ട സ്ഥലത്ത് ഏത് നമ്പർ ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്തറിയാം? 3നോടും 1നോടും 2 ആഡ് ചെയ്തപ്പോഴല്ലേ 6 കിട്ടിയത് അല്ലേ? നമ്മൾ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി 3ഉം 1ഉം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലാങ്ക് സ്പേസിൽ ആരായിരിക്കും? 2. മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? മക്കൾക്ക് ഡൗട്ട് ഉണ്ടോ ഇതില്? എന്തോ? നമുക്ക് 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ.